നമ്മുടെ ഫോണിൻ്റെ കോണ്ടാക്ട്സിൽ നമ്മൾ ധാരാളം പേരെ സേവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ? അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് കോണ്ടാക്ട്സ് അങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൽ ആവശ്യമില്ലാത്ത കുറേ പേരെ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്, റിമൂവ് ചെയ്യാറുണ്ട് നമ്മുടെ ഫോൺ കോണ്ടാക്ട്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തവരെ പിന്നീട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമ്മുടെ കോണ്ടാക്ട്സിൽ ഇല്ലല്ലോ, അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും കോണ്ടാക്ട്സിൽ കാണില്ല, അപ്പോൾ അവർക്ക് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ തന്നെ അന്വേഷിച്ച് അവരുടെ മറ്റേ ഫോൺ നമ്പറൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ വിളിക്കേണ്ടതായിട്ട് വരും, പിന്നെ സേവ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ റിമൂവ് ചെയ്ത കോണ്ടാക്റ്റ് നമ്പറുകളുണ്ടല്ലോ, അതെല്ലാം വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കും, റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഫോൺ സെറ്റിങ്സുകളെ സംബന്ധിച്ച വളരെ യൂസ്ഫുള്ളായ ധാരാളം വീഡിയോകൾ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ എല്ലാം പ്ലേ ലിസ്റ്റിൻ്റെ തമ്പനെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ടോ വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ മറ്റ് ആപ്പുകളിലൂടെയുമൊക്കെ ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയറും ചെയ്യാം. എങ്കിലും ഓക്കെ, ഫോൺ കോണ്ടാക്ട്സിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്ത കോണ്ടാക്റ്റ് നമ്പറുകളെ എങ്ങനെ റിക്കവർ ചെയ്യാമെന്ന് നോക്കാം. ഫോൺ കോണ്ടാക്ട്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന നമ്പറുകളെ റിക്കവർ ചെയ്യുന്ന രണ്ട് രീതികൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. രണ്ടും വളരെ യൂസ്ഫുള്ളായ മെത്തേഡ്സ് ആണ്, അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കണ്ട് പ്രയോജനപ്പെടുത്തുക. അതിലെ ഒന്നാമത്തെ രീതി നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ കോണ്ടാക്ട്സ് ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫോൺ കോണ്ടാക്ട്സ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ കോണ്ടാക്ട്സ് ആപ്പിന്റെ ഹോം സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കുറേ നമ്പറുകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവയെ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു 20ഓളം നമ്പറുകളിൽ ഞാൻ ടച്ച് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ ഹീറോ ഹോണ്ട MKD എന്ന ഈ നമ്പർ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനത് പ്രത്യേകം പറയാൻ കാരണം ഞാൻ ഈ നമ്പറുകളെ ഡിലീറ്റ് ചെയ്ത ശേഷം ഈ ഒരു നമ്പർ വീണ്ടും എൻ്റെ കോണ്ടാക്ട്സിൽ വന്നിരിക്കുന്നത് ഞാൻ പിന്നീട് കാണിക്കാം. അങ്ങനെ 20 എണ്ണം സെലക്ട് ആയി കഴിഞ്ഞു. ഇനി സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഡിലീറ്റ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ അതിൽ ടച്ച് ചെയ്തതും സ്ക്രീനിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഡിലീറ്റ് എന്ന ഓപ്ഷനും ഉണ്ട്. അപ്പം ഞാൻ ആ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ നമ്പറുകളെ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവ ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെ ഡിലീറ്റ് ആവുന്നവയൊക്കെ ട്രാഷിലാണ് പോയി കിടക്കുക. ഇനി ഞാൻ ഫോണിന്റെ ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക് അടിക്കുകയാണ്. ഞാൻ ഇനി ഗൂഗിൾ ക്രോമിന്റെ ഐക്കണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി സ്ക്രീനിന്റെ ഏറ്റവും മുകളിലുള്ള സെർച്ച് ബാറിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ contacts.google.com എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ സ്ക്രീനിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ കോണ്ടാക്ട്സ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ സെർച്ച് ബാറിന്റെ താഴെയായിട്ട് ഇവിടെ contacts.google.com എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ ദാ ഇവിടെ ഒരു ഗിയർ ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതാണ് സെറ്റിംഗ്സിന്റെ ഐക്കൺ. അപ്പൊ അതിൽ നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ ആ ഗിയർ ഐക്കണിന്റെ താഴെയായിട്ട് വന്നിരിക്കുന്ന ആ ചെറിയ ബോക്സിൽ രണ്ട് ഓപ്ഷനുകൾ ഉണ്ടല്ലോ, അതിൽ ഒന്നാമത്തേത് അൺഡു ചേഞ്ചസ് എന്ന ഓപ്ഷനാണ്. അതാണ് നമ്മൾ ഇനി ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ ടച്ച് ചെയ്തതും ഇവിടെ നീളത്തിലുള്ള ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ 10 minutes ago, 1 hour ago, yesterday, 1 week ago, കസ്റ്റം തുടങ്ങിയ ഓപ്ഷനുകളും ഉണ്ട്. ഈ ഓപ്ഷനുകളുടെ ലെഫ്റ്റ് ഭാഗത്തായി കാണുന്ന സർക്കിളിൽ നമ്മളിതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷനുകളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷനുകൾ എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. ഞാൻ വ്യക്തമായിട്ട് അത് പറഞ്ഞു തരാം. മുകളിലുള്ള 10 minutes ago എന്ന ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോണ്ടാക്ട് ലിസ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതൊന്നും അവിടെ കാണില്ല. അതായത് ആ 10 മിനിറ്റിന് മുമ്പ് നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റ് എന്ത് അവസ്ഥയിലായിരുന്നോ ആ അവസ്ഥയിലേക്ക് തന്നെ മാറുന്നതാണ്. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒന്നോ അതിൽ കൂടുതലോ കോണ്ടാക്ട് നമ്പറുകളെ
കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീണ്ടും കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് തിരിച്ചു കയറുന്നതാണ്. എന്നാൽ ലാസ്റ്റ് 10 മിനിറ്റിന്റെ ഉള്ളിൽ പുതിയ കോണ്ടാക്ട് നമ്പറുകളെ നിങ്ങൾ കോണ്ടാക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അവിടെ കാണുകയും ഇല്ല. കാരണം 10 മിനിറ്റിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് ആ ലിസ്റ്റ് മാറുകയാണല്ലോ. അതേപോലെ ലാസ്റ്റ് 10 മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ കോണ്ടാക്ട് നമ്പറുകളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് രാജു കൂലിപ്പണി എന്ന ഒരാളുടെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അത് നിങ്ങൾ ലാസ്റ്റ് 10 മിനിറ്റിന്റെ ഉള്ളിൽ രാജു എന്ന് നെയിം മാറ്റി വീണ്ടും സേവ് ചെയ്തു എന്ന് കരുതുക. അപ്പൊ 10 മിനിറ്റ്സ് അഗോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ രാജു കൂലിപ്പണി എന്ന് ആ നെയിം മാറുന്നതാണ്. അതുപോലെ തന്നെയാണ് താഴെ കാണുന്ന 1 hour അഗോ, യെസ്റ്റർഡേ, 1 week അഗോ, കസ്റ്റം തുടങ്ങിയ ഓപ്ഷനുകളും. ചുരുക്കി പറഞ്ഞാൽ ഇതിലെ ഏതൊരു സമയപരിധി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും ആ സമയപരിധിക്ക് മുമ്പ് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് എന്ത് അവസ്ഥയിലായിരുന്നോ ആ ഒരു അവസ്ഥയിലേക്ക് അത് മാറുന്നതാണ്. ആ സമയപരിധിക്കുള്ളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത നമ്പറുകൾ തിരിച്ചു കയറും, എന്നാൽ പുതിയതായിട്ട് ആഡ് ചെയ്ത നമ്പറുകൾ അവിടെ കാണുകയും ഇല്ല. എന്തായാലും ഞാൻ ഇതിൽ കസ്റ്റം എന്ന ഓപ്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ സർക്കിളിൽ പ്രസ് ചെയ്ത് അത് സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഇപ്പൊ അതിൽ ടച്ച് ചെയ്തതും അതിന്റെ താഴെ ഡേയ്സ്, ഹവേഴ്സ്, മിനിറ്റ്സ് തുടങ്ങിയ 3 ബോക്സുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഹവേഴ്സും മിനിറ്റ്സും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല, ഡേയ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ ഡേയ്സ് എന്ന ബോക്സിൽ ഞാനൊന്ന് ടച്ച് ചെയ്യുന്നു. അപ്പോൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കീബോർഡ് താഴെ ഓപ്പൺ ആകും. നമുക്ക് അതിൽ 1 മുതൽ 30 വരെയുള്ള ഡേറ്റുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 30 ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എത്ര കോണ്ടാക്ട്സുകളെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ ആ നമ്പറുകളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതിന് താഴെയുള്ള ദിവസങ്ങളാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിലോ ആ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത കോണ്ടാക്ട് നമ്പറുകളെ റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ 30 ദിവസങ്ങൾക്ക് മുകളിൽ ഒരു ഡേറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസങ്ങൾക്കുള്ളിലുള്ള കോണ്ടാക്ട്സ് നമ്പറുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്തായാലും ഞാൻ ഇവിടെ 30 ഡേയ്സ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത 20 നമ്പറുകളെ കൂടാതെ ഈ 30 ദിവസത്തിനുള്ളിൽ എത്ര കോണ്ടാക്ട്സ് നമ്പറുകളെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അവയൊക്കെ എനിക്ക് റിക്കവർ ആകുന്നതാണ്. അപ്പോൾ ഈ ബോക്സിലെ 10 മിനിറ്റ്സ് അഗോ തുടങ്ങി ആ കസ്റ്റം എന്ന ഓപ്ഷൻ വരെ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിന്റെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് അൺഡു എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് നമ്പറുകളെ റിക്കവർ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ആ അൺഡുവിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതിൽ പ്രസ് ചെയ്തതും സ്ക്രീനിന്റെ താഴെ ഒരു നോട്ടിഫിക്കേഷൻ ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഈ 20 നമ്പറുകളെ ഡിലീറ്റ് ചെയ്തത് ഫെബ്രുവരി 9-നാണ്. അപ്പൊ ഈ വന്നിരിക്കുന്ന ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനുവരി 10 മുതൽ ഇങ്ങോട്ടുള്ള ഡേയ്സുകളിൽ ഞാൻ എത്ര കോണ്ടാക്ട്സ് നമ്പറുകളെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അവയൊക്കെ റിക്കവർ ആകുമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഞാൻ ബാക്ക് അടിച്ച് ഫോണിന്റെ ഹോം സ്ക്രീനിൽ തന്നെ വരുന്നു. ഇനി ഫോൺ ഒന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും കോണ്ടാക്ട്സ് ആപ്പിന്റെ ഐക്കണിൽ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുന്നു. ഇനി സ്ക്രീനിനെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ച് ഞാൻ ഈ ആപ്പും റിഫ്രഷ് ചെയ്യുന്നു. ഇനി ഞാൻ ഡിലീറ്റ് ചെയ്ത നമ്പറുകൾ ഇവിടെ റിക്കവർ ആയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ കാണിക്കാം. അതിനായിട്ട് മുകളിലുള്ള ആ സെർച്ച് ബാറിൽ ഞാൻ ടച്ച് ചെയ്യുന്നു. ഇപ്പൊ താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ ഞാൻ നേരത്തെ ഹീറോ ഹോണ്ട MKD എന്നൊരു കോണ്ടാക്ട് നമ്പർ ഡിലീറ്റ് ചെയ്തത് കാണിച്ചില്ലേ, അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഹീറോ എന്ന് ടൈപ്പ് ചെയ്തതും തന്നെ സെർച്ച് ബാറിന് താഴെയായിട്ട് ഹീറോ ഹോണ്ട MKD എന്ന ആ കോണ്ടാക്ട്സ് നമ്പർ ഇവിടെ റിക്കവർ ആയി വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലൊന്ന് ടച്ച് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ആ നമ്പർ എന്റെ കോണ്ടാക്ട്സിൽ ഉള്ളതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി ഞാൻ ബാക്ക് അടിക്കുന്നു. ഇനി ഡിലീറ്റ് ചെയ്ത നമ്പറുകളെ റിക്കവർ ചെയ്യുന്ന രണ്ടാമത്തെ രീതി ഞാൻ കാണിക്കാം. അതൊരു സിമ്പിൾ മെത്തേഡാണ്. അതിനായിട്ട് എന്റെ കോണ്ടാക്ട്സിലെ 2 നമ്പറുകളെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. അതൊന്ന് ശ്രദ്ധിക്കുക. ഗോപിനാഥൻ പ്രേരക് എന്ന നമ്പറാണ് അതിലൊന്ന്. അതിന് താഴെയുള്ള ഇമേജ് ഷോപ്പ് മാനേജർ എന്ന നമ്പർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി മുകളിലുള്ള ഡിലീറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിൽ വന്നിരിക്കുന്ന ആ ബോക്സിൽ റൈറ്റ് സൈഡിൽ താഴെയുള്ള മൂവ് ടു ബിൻ എന്ന ഓപ്ഷനാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ആ 2 നമ്പറുകളും കോണ്ടാക്ട്സിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് ബിന്നിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്ക്രീൻ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഇനി സെർച്ച് ബാറിൽ ടച്ച് ചെയ്ത് താഴെയുള്ള കീബോർഡിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ആ ഗോപിനാഥൻ പ്രേരക് എന്ന നമ്പർ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ അതിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഗോപിനാഥ് സാർ എന്നൊരു കോണ്ടാക്റ്റ് ആണ് കാണുന്നത്. പക്ഷെ മറ്റേ നമ്പർ ഇവിടെ കാണാനില്ല. എന്നാൽ അതിന്റെ താഴെ സി റിസൾട്ട്സ് ഇൻ ദ ബിൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഓപ്ഷനിൽ ഞാനൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ അതിൽ ടച്ച് ചെയ്തതും തന്നെ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഗോപിനാഥൻ പ്രേരക് എന്ന നമ്പർ ഇവിടെ കാണുന്നുണ്ട്. ഇത് എന്റെ കോണ്ടാക്ട്സിൽ നിന്ന് മൂവ് ആയിട്ട് ബിന്നിൽ കിടക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോൺ കോണ്ടാക്ട്സിൽ പേരുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഫോൺ നമ്പറുകളെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറുകളെ ഡിലീറ്റ് ചെയ്താൽ ഈ രീതിയിൽ റിക്കവർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ ആരുടെയൊക്കെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് റിക്കവർ
ചെയ്യണമോ അവരുടെ നെയിമുകൾ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ബിന്നിൽ നിന്ന് നിങ്ങൾക്ക് റിക്കവർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നമ്പറുകൾ മാത്രം റിക്കവർ ആകും. അതുപോലെ 30 ദിവസത്തിനുള്ളിൽ പുതിയ നമ്പറുകൾ നിങ്ങൾ കോൺടാക്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഡിലീറ്റ് ആവുകയും ഇല്ല. എന്നാൽ ഡിലീറ്റ് ചെയ്ത നമ്പറുകളെ 30 ദിവസങ്ങൾക്കുള്ളിൽ റിക്കവർ ചെയ്തിരിക്കണം. അതിനുശേഷമാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയി പോകുന്നതാണ്. പിന്നെ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ആ ഗോപിനാഥന്റെ നമ്പറിൽ ഒന്ന് ടച്ച് ചെയ്യുകയാണ്. ഇപ്പൊ ആ കോൺടാക്ട്സ് നമ്പർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ സ്ക്രീനിന്റെ മുകളിലായിട്ട് ഡിലീറ്റ് ഫോർ എവർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഈ നമ്പർ ഡിലീറ്റ് ആയി പോകും. പിന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് റിക്കവർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്. അങ്ങനെ അത് റിക്കവർ ആയി കഴിഞ്ഞു. ഇപ്പൊ ആ നമ്പർ എന്റെ കോൺടാക്ട്സിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും സ്ക്രീൻ റിഫ്രഷ് ചെയ്തിട്ട് സെർച്ച് ബാറിൽ പ്രസ് ചെയ്ത് താഴെ വന്നിരിക്കുന്ന കീബോർഡിൽ ഗോപിനാഥൻ പ്രേരക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, സെർച്ച് ബാറിന് താഴെയായിട്ട് ഗോപിനാഥൻ പ്രേരക് എന്ന ആ കോൺടാക്ട്സ് നമ്പർ കാണിക്കുന്നുണ്ട്. അതായത് അത് റിക്കവർ ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ നമ്പറിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. അങ്ങനെ കോൺടാക്ട്സിലുള്ള ആ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതികളിലൂടെ നമ്മുടെ കോൺടാക്ട്സിൽ നിന്ന് കളഞ്ഞ നമ്പറുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.